ഇറാൻ US യുദ്ധത്തിൽ മഞ്ഞുരുകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ പരസ്പരമുള്ള ചർച്ച സജീവമാക്കാൻ നീക്കം. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള സൈനിക ആക്രമണം US തൽക്കാലം നിർത്തിവെച്ചു. 5 ദിവസത്തേക്കാണ് വെടിനിർത്തൽ നിർത്തിവെച്ചത്. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തടയുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറാൻ നേരത്തെ താക്കീത് നൽകിയിരുന്നു. അതേസമയം ടെഹ്റാനുമായുള്ള ചർച്ചകൾ ശുഭകരമെന്ന് ട്രംപ് അറിയിച്ചു. എൽവിസ് ചുമ്മാർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. എൽവിസ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനു, ഇറാൻ US ഇസ്രായേൽ യുദ്ധത്തിന് മഞ്ഞുരുകുന്ന ഒരു ശുഭകരമായ പ്രസ്താവന നമുക്കിതിനെ വിലയിരുത്താം. അതായത് ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള സൈനികമായ ആക്രമണം US തൽക്കാലം നിർത്തുമെന്നാണ് ട്രംപ് അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഈ വാക്കുകൾ ഗൗരവമായി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യുദ്ധം, ഒരു മഞ്ഞുരുകൽ സാധ്യതയായി നമുക്ക് വിലയിരുത്താം. പുതിയ സാഹചര്യത്തിൽ താൽക്കാലികമായ എന്നാണ് അദ്ദേഹം വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ സമകാലീനമായ ഈ അവസ്ഥയിൽ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഈ വാക്കുകൾ. ടെഹ്റാനുമായുള്ള നല്ല സംഭാഷണങ്ങൾ നടത്തിയെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ല രീതിയിലുള്ള സംഭാഷണമാണെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന വാക്കുകളാണ് ഇത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം യുദ്ധം തുടങ്ങിയിട്ട് മാർച്ച് 23 അത് ഇന്ന് 24 ദിവസം തികയുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധത്തിൽ ആകെ മരണം 4500 നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം. അപ്പോഴാണ് ഈ ശുഭകരമായ വാർത്ത വന്നിരിക്കുന്നത്. നമുക്കറിയാം, വ്യോമയാന മേഖല, ലോജിസ്റ്റിക്സ് മേഖല ഉൾപ്പെടെ എല്ലാ മേഖലയ്ക്കും വലിയൊരു ഊർജ്ജം പകരുന്നതാണ് ഈ പ്രസ്താവന. മറ്റൊന്ന്, ഇറാനും US ഇസ്രായേലും പരസ്പരം കടുത്ത ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഈ ഒരു കൊമ്പുകോർക്കിനിടയിലാണ് ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അമേരിക്ക ഇറാൻ നൽകിയ 48 മണിക്കൂർ എന്ന മുന്നറിയിപ്പ് കൂടി ഇന്ന് അർദ്ധരാത്രി തീരുകയാണ്. അപ്പോഴാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. ബിനു, ശരി. എൽവിസ് ചുമ്മാറാണ് വിശദാംശങ്ങൾ നൽകിയത്.